ഇനി ഇന്ന് ഈ ഒരു നിമിഷം കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇ.പി. ജയരാജൻ ഈ വോട്ട് ദിനത്തിൽ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാം പിണറായി സർക്കാരിന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള ആ ഒരു ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കേരള വിഷൻ ന്യൂസിനും ആ ഒരു അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആ ഭാഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഡി ബിനോയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ബിനോയ്, ഇതുപോലെ ഒരു വോട്ട് ദിവസം തന്നെയായിരുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുന്നതുമായിട്ടൊരു സംഭവം അരങ്ങേറിയത്. എന്തായാലും ഇന്നിപ്പോൾ ജനങ്ങൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും ഇ.പി. ജയരാജന്റെ ഈ ഒരു വിമർശനങ്ങൾ? വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു പുസ്തകത്തിലെ വരികൾ? തീർച്ചയായും അടിമുടി വിവാദ പരാമർശങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും എടുത്തു പറഞ്ഞും തുറന്നു പറഞ്ഞും എഴുതിയിരിക്കുന്നതാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം. അത് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അതിന്റെ ഏകദേശം പൂർത്തിയാക്കിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടും. എങ്കിൽ പോലും 160 മുതൽ 172 വരെ വരുന്ന പേജുകളിലാണ് രൂക്ഷമായ വിമർശനം അതിനകത്ത് ഇ.പി. ജയരാജൻ നടത്തിയിരിക്കും നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, രണ്ടാം പിണറായി സർക്കാരിലുണ്ടായ പ്രതിസന്ധികൾ, പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച, ഒപ്പം തന്നെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയ സംഭവങ്ങൾ. അങ്ങനെ ഈ സമീപ സമയത്ത് കേരള രാഷ്ട്രീയം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഓരോ വിവരങ്ങളും വളരെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം എടുത്തു പറയുന്നു. അത് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒരു പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ഇ.പി. ജയരാജന് മുന്നിലേക്ക് മാധ്യമങ്ങൾ എത്തിയപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് പ്രകാശ് ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തുന്നില്ല, തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അത് ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാണെന്നും ഏകദേശം 5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു സന്ദർശനമായിരുന്നുവെന്നും തന്റെ മകന്റെ ഫ്ളാറ്റിൽ താൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അതുവഴി പോയപ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോയ സമയത്ത് തന്നെയും വന്നു കണ്ടു എന്ന് മാത്രമാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് കൃത്യമായി തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ, തന്റെ പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ എന്നിവരെല്ലാം തന്നെ വലിയ തരത്തിൽ ഉപയോഗിച്ചു. അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം തന്നെ LDF കൺവീനർ സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് അദ്ദേഹം തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് വളരെ കൃത്യമായ രാഷ്ട്രീയ ഭാഷയിൽ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. രാഷ്ട്രീയപരമായി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായ തന്നെ ഒരു LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന്റെയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും നടത്താതെ കേവലം താൻ പങ്കെടുക്കാതിരുന്ന ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരം ചർച്ച നടത്തിക്കൊണ്ട് തന്നെ ഒഴിവാക്കിയ സംഭവത്തിനോട് വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് കൃത്യമായും അതിനകത്ത് ഇ.പി. ജയരാജൻ എടുത്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം സമീപ സമയത്ത് തന്റെ രാഷ്ട്രീയത്തിലുണ്ടായ, തന്റെ ജീവിതത്തിലുണ്ടായ ഓരോ പ്രതിസന്ധികളെയും അക്കമിട്ട് പറയുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ കടുത്ത വിമർശനവും ഉന്നയിക്കുന്നു. പ്രത്യേകിച്ചും നവകേരള സദസ്സ്. കാരണം ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ ധനപരമായും ഒപ്പം വികസനപരമായും വലിയ തരത്തിൽ ഞെരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് 140 മണ്ഡലങ്ങളിലൂടെയും ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഒപ്പം സർക്കാർ ഇപ്പോൾ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടി നടത്തിയ ആ യാത്ര, ആ നവകേരള സദസ്സ് അത് എത്ര കണ്ട് വിജയം കണ്ടു എന്നതിന് അത് എത്ര കണ്ട് ശോഭ കെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി എടുത്തു പറയുന്നു. കാരണം പ്രതീക്ഷിച്ച ഫലം അതിൽ നിന്നും ഉണ്ടായില്ല. ഒപ്പം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ കൃത്യമായും ആ നവകേരള സദസ്സിനെ ഭംഗിയായി ഉപയോഗിച്ചു എന്നും പറഞ്ഞു വെക്കുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് BJP നേതാവ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇ.പിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. താമസിച്ച മുറിയെക്കുറിച്ച് പറയുന്നു. അത്തരത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് താൻ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളതെന്നും അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ചടങ്ങിനിടയിൽ ഒരു പ്രാവശ്യം കണ്ടുവെന്നും കേവലം ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നുവെന്നും തന്റെ മകന്റെ നമ്പർ മറ്റേതോ ഒരു ചടങ്ങിൽ വെച്ച് ശോഭാ സുരേന്ദ്രൻ നൽകിയെന്നും പിന്നീട് 2 പ്രാവശ്യം വിളിച്ചെങ്കിലും അവരുടെ ഫോൺ എടുത്തിട്ടില്ല എന്നുമൊക്കെ ഈ വിവാദങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നെങ്കിൽ പോലും രണ്ടാം പിണറായി സർക്കാർ വലിയ തരത്തിൽ വിജയം കണ്ടില്ല എന്ന് തന്നെ വ്യക്തമായി കട്ടൻ ചായയും പരിപ്പുവടയും ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ തുറന്നു പറച്ചിലായി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുടെ
മന്ത്രിമാർ പരിണിത പ്രജ്ഞരായിരുന്നു. അവർ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവരെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോഴേക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രതീക്ഷിച്ച വിജയം കണ്ടെത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴേക്കും അതിനകത്തൊരു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കുറെ കാര്യങ്ങൾ കൂടി എത്തപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തരത്തിൽ വീഴ്ച പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചിട്ട് പോലും അവരെ ഒന്നും തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം മത്സരിച്ചിട്ട് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. ഇത്തരം കാര്യങ്ങളിലൊക്കെ സാമാന്യം ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ, ആ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുവാൻ അന്ന് പാർട്ടിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് അവസാനം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും പാലക്കാടേക്ക് വരുന്നു. പാലക്കാട് സമീപകാല രാഷ്ട്രീയം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പാർട്ടി വിട്ടുവരുന്ന അല്ലെങ്കിൽ വിമതരായി തുടരുന്ന ആളുകളെ പാർട്ടിയിലേക്ക് എത്തി സ്വതന്ത്രരായി മത്സരിപ്പിച്ചു വെക്കുന്നത് വലിയ വയ്യാവേലിയായി മാറപ്പെട്ടിട്ടുണ്ട്. അത് EMS പോലും പറയുന്നുവെന്ന് സരിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞു വെക്കുന്ന 182 പേജുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അവസാന ഭാഗങ്ങളിൽ പറയുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുറത്തുവിടിയിൽ ഇതാരാണ് പുറത്തുവിട്ടത്, എന്തിന് പുറത്തുവിട്ടു, എങ്ങനെ പുറത്തായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെയായും ഒരു വിഷയവും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി കേരള രാഷ്ട്രീയം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തുറന്നുവിട്ടൊരു വലിയ ഭൂതമായി ഇപ്പോൾ EP ജയരാജന്റെ ഈ തുറന്നെഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു തുറന്നെഴുത്ത് തന്നെയാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വിഷമതകൾ, ദുഃഖങ്ങൾ, നേട്ടങ്ങൾ, പോരാട്ടങ്ങൾ അവ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് EP എഴുതിയിരിക്കുന്ന ആ വരികൾ ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമാണ്. അത് വരാൻ പോകുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ BJPയുമായി തനിക്കൊരു ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി, വളരെ വസ്തുനിഷ്ഠമായി അതിൽ പറയാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് കൃത്യമായ ഭാഷയിൽ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. വ്യക്തമായ ഭാഷയിൽ അത് പറയുന്നുണ്ട്. കാരണം കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുറത്താക്കൽ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കപ്പെടുന്നത്. താൻ പങ്കെടുക്കാത്ത, തനിക്ക് തന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ അവസരം നൽകാതെ പാർട്ടി കൃത്യമായും തന്നെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നതും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരാജയ കാര്യങ്ങൾ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും BJP നേതാവുമായുള്ള തന്റെ കൂടിക്കാഴ്ച വിഷയമായില്ല എങ്കിലും അതിന് തൊട്ടു പിന്നാലെ ഒരു പാർട്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു കാര്യങ്ങളുമില്ലാതെ തന്റെ ഭാഗം കേൾക്കാതെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് തന്നെ ഒഴിവാക്കപ്പെട്ട നിലയിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. മാത്രവുമല്ല, കേന്ദ്ര കമ്മിറ്റി എടുക്കേണ്ട തീരുമാനത്തെ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സംസ്ഥാന ഘടകം തീരുമാനമെടുക്കുന്നു. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ആ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം കൃത്യമായ ഭാഷയിൽ തന്നെ വിമർശിക്കേണ്ടിടത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞില്ല എങ്കിൽ പോലും അത് കൃത്യമായി മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളായി തന്നെ എടുത്തു പറയാനും EP ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് കൃത്യമായി പ്രതിയോഗികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നല്ല ഭാഷയിൽ തന്നെ വിമർശിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഈ ദിവസം പ്രത്യേകിച്ചും ചേലക്കര പോലുള്ളൊരു മണ്ഡലത്തിൽ ഒരു ഉറച്ച കോട്ടയായ CPM കോട്ടയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ എത്തപ്പെടുമ്പോഴേക്കും അതെന്തുമാത്രം പാർട്ടി അണികൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ വോട്ടർമാരിലേക്ക് ഇതൊരു വിഷയമാകുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലുള്ളവർ, പാർട്ടി പ്രവർത്തകർ, ചേലക്കരയിലെ പ്രവർത്തകർ എന്തുമാത്രം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് ഒരു സമീപഭാവിയിൽ അത് വലിയൊരു വിഷയമായി തന്നെ മാറപ്പെടാം. കാരണം ചില തുറന്നു പറച്ചുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ EP നടത്തിയിരുന്നു. പക്ഷേ ഇത്രയധികം കടുപ്പമേറുമെന്ന് ഒരു പക്ഷേ ഒരു നേതാവും, ഒരു CPM നേതാവ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മകഥയുടെ ഏകദേശ രൂപം പുറത്തേക്ക് വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ തുറന്നു പറച്ചിൽ എങ്ങനെ പുറത്തെത്തപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. EP തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു, താൻ ഇതാർക്കും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, ആർക്കും അച്ചടിക്കാൻ അവകാശം കൊടുത്തിട്ടില്ല. അതായത് ബിനോയ്, EP പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രസാധകരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ DC ബുക്സ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം വർഷങ്ങളായി കേരളക്കര വിശ്വാസത്തിലെടുത്തിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക്
നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൻ എഴുതാത്ത വരികൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു, ഒരുപക്ഷെ അതിന്റെ പേര് പോലും നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രസാധകർ തന്നെ ചതിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്കാണ് ഇ പി ജയരാജൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബിനോയ്. അല്ല, തീർച്ചയായും അതിന് മുമ്പ് ഒരു വരി കൂടി പറഞ്ഞു, താൻ ഇത് ആരെയും അച്ചടിക്കാൻ അല്ലെങ്കിൽ അച്ചടിച്ച് നൽകാൻ കഴിഞ്ഞിട്ടില്ല, ഇത് തൻ്റെ ഒരു പ്രൂഫായിരുന്നു, താൻ എഴുതിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ, അത് ടൈപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഒരു പ്രസാധകരെയും കൃത്യമായി ചുമതലപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, DC ബുക്കായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥ അല്ലെങ്കിൽ തുറന്നെടുത്ത് അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ പ്രസ്തുതപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. അത് ഏകദേശം ഇപ്പം 182 പേജാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ഏകദേശം 260ഓളം പേജുകൾ വരും എന്നാണ് നമുക്ക് ചില രാഷ്ട്രീയ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചർച്ചയാകേണ്ട ചില വിഷയങ്ങൾ കൃത്യമായി അത് പുറത്തു വന്നിരിക്കുന്നു. ഇത് പുറത്തുവിടപ്പെട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ പുറത്തു വന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇ പി തന്നെ നിഷേധിക്കപ്പെടുകയാണ്. താൻ അറിയാത്തൊരു കാര്യം, തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഭാഗങ്ങൾ താൻ ഒരിക്കലും പറയാൻ ഒരു പുസ്തക രൂപേണ പുറത്തുവിടാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇതെങ്ങനെ വെളിപ്പെട്ടു എന്നുള്ള കാര്യം വലിയ തരത്തിലേക്ക് ചർച്ചയായിക്കൊണ്ടിരിക്കും. എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിശിതമായ വിമർശനങ്ങൾ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ എടുത്തു പറയുമ്പോൾ അവസാന ലാപ്പിൽ പാലക്കാടൻ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്കെതിരെ പോലും വ്യക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കും എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഏതോ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കും ആര് പുറത്തുവിട്ടാലും ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. ഭദ്ര. ബിനോയ്, ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അതായത് നമുക്കിനി അറിയേണ്ടത്, ഒരുപക്ഷെ ഇത് ഇ പി ജയരാജൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എങ്കിൽ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എന്താണ്? കാരണം ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഒരു ദിവസം തന്നെ ഇത്തരത്തിലൊരു സംഭവം പുറത്തു വരുമ്പോൾ, ഇത്തരം ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇ പി ജയരാജൻ തന്നെ ആരെങ്കിലും വെച്ച് ചെയ്തതാണോ എന്നൊരു സംശയം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇത് ഇ പി ജയരാജൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെ കൊടുക്കാൻ വേണ്ടി ആരായിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിയേണ്ടതുണ്ട് ഇനിയൊരു ഘട്ടത്തിൽ എന്നുള്ളതാണ്. അദ്ദേഹം എത്രയൊക്കെ ഇതിനെ ഇനി ഞാനല്ല ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വാക്കുകളല്ല, എൻ്റെ വരികളല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ കേരളം ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഈ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പോലും അവരെല്ലാവരും തന്നെ ഈ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഒരു പക്ഷേ ഈ ഒരു നിമിഷം പോലും മനസ്സ് മാറാനുള്ള സാഹചര്യങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഇനി ആരാണ് എന്നറിയേണ്ടതുണ്ട് ബിനോയ്. തീർച്ചയായിട്ടും ഇത് തനിക്ക് ഇ പി ജയരാജന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ അവമതിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ നേർക്കാഴ്ചകൾ, ഇതെല്ലാം ഒരു തുറന്നു പറച്ചിലിന്റെ സ്വഭാവത്തോടുകൂടി ഇന്നേ ദിവസം പുറത്തുവിട്ടത് ആര് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്നത്. പ്രത്യേകിച്ചും ചേലക്കര പോലുള്ളൊരു മണ്ഡലത്തിൽ, വയനാട് നമുക്ക് വിട്ടേക്കാം, കാരണം വയനാട് CPI ആണ് അവിടെ മത്സരിക്കുന്നത്, സത്യൻ മൊകേരിയാണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചേലക്കര പോലൊരു മണ്ഡലം, പാലക്കാട് 20-ാം തീയതി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് പോകുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലിന്റെ രൂപം അന്ന് വേണമെങ്കിൽ നമുക്ക് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറയുന്ന ഒരു ആത്മകഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതരേഖ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ പിന്നിൽ ആര് എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ചയാവും. ഇ പി പരിപൂർണമായും നിഷേധിക്കുന്നു. ഒരു കാര്യം നമുക്ക് നമ്മുടെ ചില രാഷ്ട്രീയ സുഹൃത്തുക്കളിൽ നിന്നും ഇ പിയോട് ഉള്ള അടുപ്പക്കാരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ കാരണം, കഴിഞ്ഞ കുറേ നാളുകളായി ഇ പി പാർട്ടിയോട് ഒരു വൈമനസ്യം കാത്തു സൂക്ഷിച്ചിരുന്നു. മാത്രവുമല്ല ഈ പാർട്ടിയോട് അല്പം ഒരു അകൽച്ച കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പറയാനുള്ള ഞാൻ പുസ്തക രൂപേണ പുറത്തുവിടും എന്ന്. പക്ഷേ അതൊരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു കടുത്ത വിമർശനമായി മാറുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയവും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തിന്റെ കുടുംബ ചരിത്രവും ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ സഹോദരി കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ ആ മുഖമൊന്ന് ഒരു പ്രാവശ്യം കാണാതെ ദൂരെ ഓടിപ്പോകുന്ന ആംബുലൻസിൽ മാത്രം കണ്ടതുമൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായി വിവരിച്ചു വന്നതിന് ശേഷം 160 പേജ് മുതലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ
മുൾക്കിരീടങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹം എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ തരത്തിൽ ചർച്ചയായതാണ്. അത് രാഷ്ട്രീയ പ്രതിയോഗികൾ, രാഷ്ട്രീയ ശത്രുക്കൾ, ഒപ്പം പാർട്ടിക്കകത്ത് തനിക്കെതിരെ ഉണ്ടായ ശത്രുക്കൾ, ഇവരെല്ലാം നടത്തിയ ചില ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അവർ നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ് തനിക്കെതിരെ ഇത്രയും വലിയ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായത്. ഒപ്പം അദ്ദേഹത്തിന്റെ അസംതൃപ്തി അവിടെ വെളിപ്പെടുത്തുന്നു. കാരണം ഒരു LDF കൺവീനറായിരുന്ന തന്നോട് പോലും പറയാതെ മാറ്റപ്പെടുമ്പോൾ, തന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഒരു കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന നിലയിൽ ഇപിക്കുണ്ടായ ദുഃഖം, അതൊക്കെ അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിന്റെ ദുഃഖം അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് പ്രത്യേകിച്ചും ചേലക്കര പോലുള്ള രാഷ്ട്രീയ LDFന് വലിയ രാഷ്ട്രീയ വേരോട്ടമുള്ള CPMന്റെ കുത്തക മണ്ഡലം എന്ന് അവകാശപ്പെടുന്ന ചേലക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തുടക്ക സമയത്ത് തന്നെ ഇത്തരം ഒരു വിവാദ വിഷയങ്ങൾ പുറത്തു വന്നത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. ഭദ്ര. തീർച്ചയായും ബിനോയ്, എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്ന ചില വരികൾ, അതായത് വലതുപക്ഷവും മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധവും ശത്രുക്കളും എന്തിന് എന്നെ നിരന്തരം വേട്ടയാടുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനൊപ്പം നിന്ന് നിർഭയം പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് തന്നെ മുതലെടുത്തു അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ തനിക്ക് പ്രശ്നമില്ല, പക്ഷേ തന്നെ പാർട്ടി കേട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്കും ഒരു ഇരിക്കട്ടെ ഒരു തട്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ബിനോയ്? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും പാർട്ടി ശത്രുക്കളെയും, ആ വാക്കുകൊണ്ട് പറയണം, പാർട്ടിക്കകത്തുള്ള ശത്രുക്കളെയും ഒക്കെ അദ്ദേഹം എടുത്തു പറയുമ്പോഴും അതൊരു അത്തരത്തിൽ ചില ആളുകളെ തന്റെ പ്രതിയോഗികളായി വെച്ചുകൊണ്ട് തന്നെ പറയുമ്പോഴും കൃത്യമായ ഭാഷയിൽ കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ട് വിമർശിക്കേണ്ടവരെ നന്നായി വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഒപ്പം EP ജയരാജനുമായി നിലനിൽക്കുന്ന ചില അകൽച്ചകൾ, ആ അകൽച്ചകളുടെ വേരോട്ടം എന്തുമാത്രം വലുതായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ സൂചനകളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരാജയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി അതിനകത്ത് പരാമർശിക്കപ്പെടും. രണ്ടാമത് അദ്ദേഹം എടുത്തു പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് EP ജയരാജൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്തുമാത്രം CPMന്റെ നേതൃനിരയിലുള്ള മുഖ്യധാരാ നേതാക്കന്മാരുമായി അകർന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ അകൽച്ചയുടെ വലിപ്പം തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളതാണ് അവസാന ഭാഗങ്ങളിൽ വ്യക്തമാകുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനുണ്ടായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അതൊക്കെ തന്നെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയതാവാം ഒരുപക്ഷെ ഈ പുസ്തകം എന്നല്ലെങ്കിൽ ഇനി പുറത്തു വരാൻ പോകുന്ന കട്ടൻ ചായയും പരിപ്പോടെയും നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറംചട്ട പോലും തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം, ഇതുവരെയായും പ്രസാധകർ പുറത്തുവിടാത്തൊരു പുസ്തകം, അതിന്റെ കൃത്യമായി പറഞ്ഞാൽ DTP കോപ്പി അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ട പുസ്തകത്തിന്റെ ഒരിക്കൽ പോലും എഡിറ്റ് ചെയ്യപ്പെടാത്ത ഭാഗങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിമർശനമായി വലിയ ചർച്ചയായി മാറപ്പെടും. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇത് പുറത്തു വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VS അച്യുതാനന്ദൻ, ആ വിഷയവും അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്, കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ ഭാര്യയായ KK രമയെ കാണാൻ പോയതും അതിനുശേഷം ഉണ്ടായ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളും ചാൾസിന്റെ വിജയവുമൊക്കെ ശെൽവരാജിന്റെ വിജയവുമൊക്കെ, നെയ്യാറ്റിങ്കര മത്സരിച്ച ശെൽവരാജിന്റെ വിജയവുമൊക്കെ അതിനകത്ത് എടുത്തു പറയത്തക്ക തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം, തന്ത്രം എന്താണെന്നുള്ളതാണ്. അതെന്തായാലും ഉടൻ തന്നെ ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ ഇത് വലിയ തരത്തിൽ ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.